ജസീന്ത എങ്ങനെയാണ് പോയിട്രി എഴുതാൻ തുടങ്ങിയത്? അപ്പോൾ because of the injustices that were happening in her community. The incident that triggered her was the murder of her uncle by upper caste members. ഇവിടെയാണ് അത് പറയുന്നത്. പക്ഷേ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. പകരം പറഞ്ഞത് ഇവരുടെ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ തന്നെ ഒരു ഹ്യൂമൻ സാക്രിഫൈസ് ചെയ്തതാണ്, അവർ തന്നെ കൊന്നു കളഞ്ഞതാണെന്നാണ് പുറത്തറിഞ്ഞത്. അപ്പോൾ ജസീന്ത felt that she should be a journalist, so to report truth of her community. അപ്പോൾ she joined mass communication and she became a journalist. പക്ഷേ after working as a journalist for some time, she realized that it's not working, so she became a poet and she felt that she is being heard as a poet. നിഖത്തും എന്തിനാണ് പോയിട്രി എഴുതിയതെന്ന് ചോദിക്കുമ്പോൾ ഷീ സേസ്, ഗ്രോയിങ് അപ്പ് ആൻഡ് ലിവിങ് ഇൻ കശ്മീർ ഐ ഹാഡ് സോ മച്ച് ടു സേ. കശ്മീരിലെ പ്രോബ്ലം നമുക്ക് വി നോ ദ പ്രോബ്ലം. കശ്മീർ ഇസ് ഹെവിലി മിലിറ്ററൈസ്ഡ്. ഇറ്റ്സ് എൻ അറ്റ്മോസ്ഫിയർ ഓഫ് ഫിയർ. സോ അവിടെയും ഷീ വാണ്ടഡ് ടു സ്പീക്ക് ദ ട്രൂത്ത് ഓഫ് ഹർ കമ്മ്യൂണിറ്റി. പക്ഷേ ഇൻ ഹർ പോയംസ് ഈ പേടി, ദ ഫിയർ ടു സ്പീക്ക് അപ്പ് ഇസ് വെരി മച്ച് എവിഡൻറ്റ്. നിഖത്'s poetry is torn between the irresistible need to express oneself and the fear of being killed on doing so. സംസാരിക്കണം, പറയാൻ കാര്യങ്ങളുണ്ട്, പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലപ്പെടുമോ എന്നുള്ള പേടി. അതാണ് നിഖത്തിൻ്റെ വർക്ക്സിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനിയും പറയുന്നത് ദി ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ. ജസീന്തയാണ് പറയുന്നത്. ജസീന്തയുടെ മദറാണ് എഡ്യൂക്കേഷൻ എന്തായാലും വേണം, ഇമ്പോർട്ടൻ്റ് ആണ്, അതിലൂടെ ആദിവാസി കമ്മ്യൂണിറ്റി മുൻപിലേക്ക് വരികയുള്ളൂ. ഓൺലി ദെൻ എഡ്യൂക്കേഷൻ വാസ് ഗോയിങ് ടു റിഡീം അസ്. അപ്പോൾ അതിനു വേണ്ടി ഒരു വളരെ ഷീ ടുക്ക് എ ഡ്രാസ്റ്റിക് മെഷർ. മദർ ടങ് സംസാരിക്കുന്നത് നിർത്തി. വീട്ടിൽ ഹിന്ദി സംസാരിക്കണം എന്ന് ഇൻസിസ്റ്റ് ചെയ്തു. കാരണം ഹിന്ദി ഈസ് ദ ലാംഗ്വേജ് ഓഫ് ദി അപ്പർ ക്ലാസ്സസ്. സോ അവരുടെ കൂടെ ഒപ്പം നിൽക്കണമെങ്കിൽ ഹിന്ദി അറിയണം. പിന്നെ ജേർണലിസ്റ്റ് ആവാൻ ഉള്ളതുകൊണ്ട് മാസ് കമ്മ്യൂണിക്കേഷന് പോയി ജോയിൻ ചെയ്തു. തന്നെയാണ് പഠിക്കാൻ നിന്നത്. പക്ഷേ അപ്പോൾ ഈ സമയത്ത് ക്ലാസ് 8 മുതലേ ജസീന്ത പോയിട്രി എഴുതാൻ തുടങ്ങി. Now, the last question that the interviewer asks is, what is the responsibility that these two poets feel towards their community? So ജസീന്ത പറയുന്നത് she thinks that she is an icon of sorts in my community. And she thinks that through her community is being heard. നേരത്തെ അവളുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലായിരുന്നു. ബട്ട് നൗ ഷീ ഈസ് ദെയർ ടു ടോക്ക് അബൌട്ട് ദ കമ്മ്യൂണിറ്റി. നിഖത്ത് പറയുന്നത്, നിഖത്ത് is one of the few women voices in Kashmir. അപ്പോൾ പണ്ട് Lalla Ded, she speaks about ancient women Kashmiri poets, Lalla Ded and Habba Khatun. പക്ഷേ recently for 200 years there have been no women writers in Kashmir. So she carries the weight of being a woman poet in Kashmir. It is significant for the female community in Kashmir. These are the important things in the essay.
പിന്നെ ഇവിടെ ഇറ്റാലിക്സിൽ കൊടുത്തിരിക്കുന്നത് 2 പോയറ്റ്സിൻ്റെയും ഓരോ കവിത വീതമാണ്. ജസീന്തയുടെ പോയമാണ് മൈ പെറ്റ് ഡോഗ് വാസ് മർഡേർഡ്. For the sole reason that it had barked on seeing a danger, it was declared rabid before being killed and died in Axel in public interest. ഇത് ജസീന്തയുടെ പോയമാണ്. ഇറ്റ് ടോക്സ് അബൌട്ട് ബീയിങ് സൈലൻസ്ഡ്. ശബ്ദമുയർത്തി കഴിഞ്ഞാൽ, എതിർത്ത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് വട്ടാണ് എന്ന് ബ്രാൻഡ് ചെയ്യും, നിങ്ങളെ നക്സൽ എന്ന് ബ്രാൻഡ് ചെയ്യും, എന്നിട്ട് നിങ്ങളെ കൊന്നുകളയും. അടുത്തത് ഇവിടെയാണ് നിഖത്തിൻ്റെ പോയം. ഐ എക്സ്പ്രസ്ഡ് only what you whined to. Hark, else what wishes my heart did mark. No sooner did my verses take birth than I strangulated them as 2 cents worth. The throat of the couplets and the rhymes I slit. The refrain, the metaphors too I away did hit. Burned the letters, the words to the gallows I did send. What else I possessed for sacrifice to lend. അപ്പോൾ ഇവിടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെ പറ്റിയാണ് പറയുന്നത്. ഐ എക്സ്പ്രസ്ഡ് ഓൺലി വാട്ട് യു വൈംഡ് ടു. അപ്പം സൊസൈറ്റിക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം പറയാനുള്ള അധികാരമേ നിഖത്തിന് ഉള്ളൂ. അതുകൊണ്ട് അല്ലേ, ഒബ്ജെക്ഷനബിൾ ആയിട്ടുള്ള കണ്ടൻ്റ് എല്ലാം നിഖത്ത് എഴുതാൻ ആഗ്രഹമുണ്ടെങ്കിലും എഡിറ്റ് ചെയ്തിട്ടാണ് പോയിട്രി പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് ചോദിക്കാൻ ഇതുള്ള സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, എന്തിനെക്കുറിച്ചാണ് ജസീന്ത എഴുതുന്നത്, വാട്ട് ആർ ദ തീംസ് ഓഫ് എ പോയിട്രി, പിന്നെ എന്താണ്, ഏത് ഭാഷയിലാണ്, എന്തുകൊണ്ടാണ് ഹിന്ദിയിൽ എഴുതുന്നത്, 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇതൊക്കെ ചോദിക്കാം.